ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മേമൻ്റെ മോൻ്റെ കല്യാണം കൂടാൻ വന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന ഒരു വീഡിയോ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു തുടർഭാഗമാണ് കേട്ടോ ഇത്. അപ്പം ഇന്ന് നിക്കാഹാണ് വീട്ടിൽ. നമ്മൾ സിസ്റ്റർ വീട്ടിലായിരുന്നു കേട്ടോ വെള്ളിയാഴ്ചൻ്റെ അന്ന് രാത്രി കിടന്നത്. ഇത് പിറ്റേന്ന് ശനിയാഴ്ചൻ്റെ അന്ന് നമ്മൾ ഉറങ്ങി നീറ്റ് നമ്മളെ കുളിയും മാറ്റലും എല്ലാം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്നിട്ടുണ്ട് മൂത്ത പെങ്ങളെ വീട്ടിൽ. അവിടെ നിന്ന് നമ്മൾ കല്യാണ വീട്ടിലേക്ക് വന്ന് അവിടെ വന്നപ്പോഴുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ അത്. നമ്മളെ കല്യാണ ചെക്കൻ്റെ അനുജനാണ്. അതിന് മാസ്ക് ഇട്ടതാണ്, എന്തോ ഫേഷ്യലോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ച ടൈമിനായതുകൊണ്ട് നെയ്ച്ചോറും ഇഷ്ടമാണ്. അവിടെ നിക്കാഹാണ് അന്ന് ഉച്ചക്ക് കേട്ടോ. ഒരു വർഷമായിട്ട് നിശ്ചയിച്ച് വെച്ച ഒരു കല്യാണമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊരു കല്യാണത്തിൻ്റെ ഒരു 2 ദിവസം മുന്നായിട്ട് നിക്കാഹ് മാറ്റി വെക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും. കാരണം കല്യാണ വിളിയും നിക്കാഹും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെട്ടെന്നൊരു തീരുമാനം കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ചെയ്യേണ്ടത് തലേന്നാക്കിപ്പോയി. കുറേ ആൾക്കാരെ അറിയിച്ചു, കുറേ ആൾക്കാരെ അറിയിച്ചില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. പിന്നെ എല്ലാവരും കുടുംബങ്ങളൊക്കെ പള്ളിയിൽ കണ്ടുപോയത് ആണുങ്ങളൊക്കെ. പിന്നെ ഇത് അടിപൊളിയായിട്ട് മാറ്റിയിട്ട് നമ്മളെ പുതിയാപ്പിള ലുക്കിൽ തന്നെ ഉണ്ട്. എനിക്ക് ഉപ്പ മരിച്ചു, അതാണ്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കണ ഒരു ഇതാണ് കേട്ടോ. കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു പോകാൻ. എൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക. അത് ഉമ്മൻ്റെ 2 അനിയത്തിമാരാണ്. ഒരാളും കൂടി ഉണ്ടായിരുന്നു, മരിച്ചു പോയിട്ടോ കൊറോണ വന്നിട്ട്. വലിയമ്മയും അനിയത്തിയും കൊറോണ വന്ന് മരിച്ചു പോയതാണ്. അപ്പോൾ ഇതാണ് ഇവരെ ഫാമിലി. 2 ആൺകുട്ടികളാണ് മേമക്ക്, മൂത്ത ആളാണ്. അപ്പം ആൾ ഭയങ്കര ഒരു ഇമോഷണലൊക്കെ ആയിട്ട് ഉമ്മ എടുക്കലും ഒക്കെ ആയിരുന്നു. മരിച്ചുപോയ ഉമ്മൻ്റെ അനിയത്തിൻ്റെ 2 മക്കളുണ്ട്. പിന്നെ എൻ്റെ 3 സിസ്റ്റേഴ്സാണ് കേട്ടോ. എൻ്റെ പെങ്ങന്മാർ 4 പെങ്ങന്മാരെ ഒരൊറ്റ ആങ്ങളാണ് കേട്ടോ. അത് നമ്മുടെയൊക്കെ മാമനാണ്. അപ്പം മാമൻ്റെ ഭാര്യയും പിന്നെ ഞാനും കൂടി ഒന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതാണ് മഹർ കേട്ടോ. അപ്പം ഇതൊരു ലോങ് മാലാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഇപ്പം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ചെയിന് കൊടുക്കും. പിന്നെ അതിൻ്റെ വേറൊരു താഴായിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ വേണ്ട, നമ്മൾ ബ്രൈഡ് പറഞ്ഞു അങ്ങനെ വേണ്ട, എനിക്കൊരു ലോങ് ചെയിൻ തന്നെ, മോൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒറ്റ ടൈപ്പിൽ തന്നെ ആ ഒരു ഡിസൈനിലാക്കിയതാണ്. പിന്നെ അവന് എല്ലാവരോടും ഓരോരുത്തർ കൈ കൊടുത്തിട്ട് പോവാണെന്നുള്ള ഇതാണ്. പിന്നെ അവൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലേക്ക് പോവല്ലേ. അപ്പം കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു മുഹൂർത്തം തന്നെ ആയിരുന്നു കേട്ടോ. ആ ഫ്രണ്ട്സുകൾ ഓരോന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ പിടിച്ചിലിച്ച് കൊണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവിടെ വന്നിട്ട് അവൻ്റെ ഉമ്മനെ തന്നെ നോക്കിക്കുക. പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആഫിലുമോൻ്റെ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണടട്ട ആളെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നിക്കാഹിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റണില്ല കേട്ടോ. ഈവനിങ് ആയപ്പം പിന്നെ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതുപോലെ മക്കളൊക്കെ മാറ്റി റെഡിയായിട്ട് ഇരിക്കുക. പിന്നെ ഇതൊരു പ്രാന്തത്തെയാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇതിൻ്റെ മൂത്ത സിസ്റ്റർ മോളാണ്. ഭയങ്കര ഒരു പ്രത്യേക ഒരു വെർഷനാണ് കേട്ടോ ആള്. നമ്മളവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കോളും, അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയത്. പിന്നെ പുതിയാപ്പിളിനെ വെച്ചിട്ടുള്ള ഒരു ഒപ്പനയും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ പുതിയാപ്പിള മാറിപ്പോയിട്ട് വേറെ ആൾ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പൊക്കെ എന്താ അറിയില്ല, ഞാനും ഉമ്മ ഇരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഒപ്പന കളിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാൽ ഞാൻ വീണ്ടും പറയാണ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ നാത്തൂന് എന്തൊക്കെയോ പാട്ടിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഈണത്തിനനുസരിച്ച് ആളൊരു വല്ലാത്തൊരു കോമഡിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്.
ശനിയാഴ്ചൻ്റെ അന്ന് നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. വലിയ ഫംഗ്ഷൻ കിടക്കുന്നത് ഞായറാഴ്ചൻ്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും പോകും. പിന്നെ അത് കഴിഞ്ഞ് മഹറൊക്കെ കെട്ടി കഴിഞ്ഞ് നമ്മൾ വന്നാൽ ഈവനിങ്ങിന് 5 മണിക്കാണ് നമ്മളെ ഹോളിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അതിൻ്റെ വലിയൊരു പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ എല്ലാവരും കാണണം എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചാളി. അപ്പോൾ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോ ആയിട്ട് വരും. പിന്നെ അതുപോലെ ആ ഫുഡിൻ്റെ ആ തിരക്കിലാണ് കേട്ടോ. ഓരോരുത്തർ വന്നും കൊണ്ട് നമ്മൾ വരുന്നവരെ അപ്പം തന്നെ ഫുഡ് കഴിച്ചിട്ട് ആണ് വീട്ടിലേക്ക് കയറ്റുന്നത്. പിന്നെ ചെറുതായിട്ടൊരു പാട്ടും കൂത്തൊക്കെ ഉണ്ട്. ഗാനമേള എന്ന് വെച്ചാൽ ഈ വീട്ടിൽ എല്ലാവരും പാടുന്നവരൊക്കെയാണ് അത്യാവശ്യം. അപ്പോൾ അവരൊക്കെ പാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ച്ചോറും കോഴി മുളകിട്ടത് മസാല ആണോ മുളകിട്ടാണോ എന്നറിയില്ല. ആ ഒരു കറിയായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്താൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ രണ്ടാമത്തെ ഹെൽത്ത് നേരത്തെ കാലത്ത് ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് തെളിവിന്. പിന്നെ ഇത് മൂത്ത സിസ്റ്റർ അനുജൻ്റെ വൈഫുകളാണ് രണ്ടാളും. ഭയങ്കര കുരുത്തക്കെട്ട സൈസുകളാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തെറിമാല കേൾക്കലാവും. പിന്നെ നമ്മുടെ കല്യാണ ചെക്കന് ഓരോ കുർത്തിയും ഷർട്ടൊക്കെ ഇട്ടിട്ട് വെലസാണ് അവൻ്റെ ഡേ അല്ലേ, ആഘോഷിക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മളും ആഘോഷിക്കട്ടെ. അപ്പോൾ ജംഷാൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചെക്കന്മാരെ കളി ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ DJ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.